Hi everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BBA സ്റ്റുഡൻസിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനാകെ 6 ചാപ്റ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 6 ചാപ്റ്റേഴ്സും തിയറി ക്വസ്റ്റ്യൻസ് നോട്ട്സ് സഹിതം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെയുണ്ട്, അത് ടാപ്പ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതേപോലെ തന്നെ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ഇൻസ്റ്റാ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ. അതിൽ ഞാൻ ഹൈലൈറ്റ് സെക്ഷനിൽ ഓരോ സബ്ജക്റ്റിൻ്റെയൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു 26ഓളം ചോദ്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 2020 മുതലുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു 6 ചാപ്റ്റേഴ്സിലായിട്ട് പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളും പ്ലസ് ഉള്ളിൽ നിന്ന് ഡീപ്പായിട്ട് വന്നിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ട്സ് സിമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റെഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ്, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടൊരു ചോദ്യമാണ്, എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫിനാൻസ് എന്താണെന്ന് എഴുതണം, അതിനുശേഷം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണെന്ന് എഴുതാം കേട്ടോ. അപ്പോൾ ഓരോ ചോദ്യങ്ങളും എങ്ങനെ എഴുതണം എന്നുകൂടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫിനാൻസ് ഈസ് എൻ ആക്ട് ഓഫ് പ്രൊവൈഡിങ് മീൻസ് ഓഫ് പേയ്മെൻറ്റ്. നമ്മളൊരു കാര്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണ്ടേ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഫിനാൻസ് എന്ന് പറയുന്നത്. ഇനി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അപ്ലിക്കേഷൻ ഓഫ് ദി പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫംഗ്ഷൻ ടു ദി ഫിനാൻസ് ഫംഗ്ഷൻ. അതായത് നമ്മൾ കയ്യിൽ ഫിനാൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം, കൺട്രോൾ ചെയ്യണം, അതിനെ കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യണം. അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പൈൻഡ് ലിവറേജ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ് ലിവറേജ് എന്ന് എഴുതിയിട്ട് കമ്പൈൻഡിലോട്ട് വരിക. അവിടെ ആക്ച്വലി 2 ലിവറേജുകൾ വരുന്നുണ്ട്. ഫിനാൻഷ്യൽ ലിവറേജും ഓപ്പറേറ്റിംഗ് ലിവറേജും 3 എണ്ണമാണ് ടോട്ടൽ. ഫിനാൻഷ്യൽ, ഓപ്പറേറ്റിംഗ്, കമ്പൈൻഡ്. ആ കമ്പൈൻഡ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ഫിനാൻഷ്യലോ ഓപ്പറേറ്റിംഗ് ആയിരിക്കാം ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ പ്രീവിയസ് ഇയേഴ്സിൽ കമ്പൈൻഡാണ് ചോദിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ബാക്കിയുള്ളതായിരിക്കാം ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഇതിൽ ഓരോ ചോദ്യം പഠിക്കുമ്പോഴും അത് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റ് ക്വസ്റ്റ്യൻസും കൂടിയും പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഇതിൽ കുറേയൊക്കെ വന്നിരിക്കുന്ന ടൈപ്സിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഉള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ആ ഒരു ചാപ്റ്റേഴ്സ് എടുക്കുമ്പോഴേ പറഞ്ഞിരുന്നു, ടൈപ്സ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതാവുമ്പോൾ ഓരോന്ന് 2 മാർക്കിന് ചോദിച്ചാലും ഷോർട്ട് എസ്സേ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഫിനാൻഷ്യലും അതേപോലെ തന്നെ മറ്റേ ഓപ്പറേറ്റിങ്ങും കൂടി ഒന്ന് പഠിച്ചു പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് കമ്പൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ലിവറേജ് എന്താണെന്ന് എഴുതണം. Generally, the term leverage means the relationship between 2 interrelated variables. 2 interrelated ആയിട്ടുള്ള വേരിയബിൾസിൻ്റെ ബന്ധം കാണിക്കുന്ന ഒന്നാണ് ലിവറേജ് എന്ന് പറയുന്നത്. ഈ കമ്പൈൻഡ് ലിവറേജ് റെഫേഴ്സ് ടു ദി കോമ്പിനേഷൻ ഓഫ് OL ആൻഡ് FL. അതായത് നമ്മൾ പറഞ്ഞല്ലോ വേറെ 2 എണ്ണം കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ ലിവറേജ്. OL എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് ലിവറേജ്, FL എന്ന് പറഞ്ഞ ഫിനാൻഷ്യൽ ലിവറേജ്. അപ്പോൾ ഈ 2 ലിവറേജുകളുടെ കോമ്പിനേഷൻ ആണ് കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കോൺട്രിബ്യൂഷൻ ആൻഡ് ദ ടാക്സബിൾ ഇൻകം. ഇറ്റ് ഈസ് നോൺ ആസ് ദി ടോട്ടൽ ഓർ ഓവറോൾ ലിവറേജ്. ഇതിനെ ടോട്ടൽ ഓർ ഓവറോൾ ലിവറേജ് എന്നും കൂടി വിളിക്കാറുണ്ട്. കാരണം ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഫിനാൻഷ്യൽ ലിവറേജും ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടി വരുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി കമ്പൈൻഡ് ലിവറേജ് ഈസ് ഈക്വൽ ടു OL ഇൻറ്റു FL. ഇവർ രണ്ടുപേരും ഇപ്പോൾ കോമ്പിനേഷൻ പറയുമ്പോൾ ഇൻറ്റു ആണല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ OL ഇൻറ്റു FL അങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് കമ്പൈൻഡ് ലിവറേജ്. ഇനി മൂന്നാമത്തെ ചോദ്യമാണ് കോസ്റ്റ് ഓഫ് ഇർറെഡീമബിൾ ഡെപ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇർറെഡീമബിൾ ഡെപ്റ്റിനെ നമ്മൾ പെർപച്വൽ ഡെപ്റ്റ് എന്നും കൂടി വിളിക്കാറുണ്ട്. പെർപച്വൽ ഓർ ഇർറെഡീമബിൾ ഡെപ്റ്റ്സ് ആർ ദി ഡെപ്റ്റ്സ് വിച്ച് ആർ നോട്ട് റീപേബിൾ ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദി കമ്പനി. നമ്മുടെ ആ ഒരു കമ്പനീൻ്റെ മൊത്തം ലൈഫിൽ നമ്മൾ ഈ ഒരു ഡെപ്റ്റ് പേ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ദീസ് ആർ റീപേയബിൾ ഓൺലി ഓൺ ദി ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനി. കമ്പനി അടച്ചു പൂട്ടുന്ന സമയത്ത്, നമ്മൾ നിർത്തുന്ന സമയത്ത് മാത്രമേ ഈ ഒരു കടം നമ്മൾ അടച്ചു തീർക്കുള്ളൂ. അതിന് മുന്നേ നമ്മൾ കമ്പനിയുടെ നടത്തിപ്പിൻ്റെ സമയത്ത് നമ്മൾ ഈ ഒരു കടം വീട്ടുന്നില്ല. അപ്പോൾ അത്തരം ഡെപ്റ്റുകളാണ് കോസ്റ്റ് ഓഫ് ഇർറെഡീമബിൾ ഡെപ്റ്റ്. അവിടെ ഒരുപാട് ടൈപ്സ് ഓഫ് ഡെപ്റ്റുകൾ വരുന്നുണ്ട് ഈ ഒരു പോർഷനിൽ. റെഡീമബിൾ ഡെപ്റ്റ്, അങ്ങനെ കുറേ ഡെപ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഏത് വേണമെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. ഇനി അടുത്തതാണ് മീനിങ് ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇത് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ചോദ്യമാണ് കേട്ടോ. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് WACC. സമ്മറൈസ് ദ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ദി എൻറ്റയർ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ദി ആവറേജ് കോസ്റ്റ് ഓഫ് ദി വേരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ്. പലതരത്തിലുള്ള സോഴ്സ് ഓഫ് ഫിനാൻസുകൾ നമുക്ക് ഉണ്ടാവും ഇല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് കോസ്റ്റിനെയാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇതിനെ
നമ്മൾ എന്തും കൂടി പറയാറുണ്ട്, കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നും കൂടി നമ്മൾ തന്നെ പറയാറുണ്ട്. അഞ്ചാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്? എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ? അപ്പോൾ കുറേ ഡിസിഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് റെഫേഴ്സ് ടു ദി ഡിസിഷൻസ് റിലേറ്റിംഗ് ടു ദ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് ഓർ ക്യാപിറ്റൽ ഡിസൈഡിങ് അപ്പോൺ വേർ ടു ഇൻവെസ്റ്റ് ഫോർ ഹൗ ലോങ് ടു ഇൻവെസ്റ്റ്. അതായത് നമ്മളിപ്പോൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ഫണ്ട് ഉണ്ടാകുമ്പോഴാണ് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തോന്നിയ പോലെ പോയി ഇൻവെസ്റ്റ് ചെയ്യല്ലോ ചെയ്യുക. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഇങ്ങനെ പല ഡിസിഷൻസ് നമ്മൾ അവിടെ എടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെ ഡിസിഷൻസ് എടുക്കുന്നുണ്ടോ അതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ തന്നെ രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഉണ്ട്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസും ഉണ്ട്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസും ഉണ്ട്. അപ്പോൾ ലോങ് ടേം ആയിട്ട് ദീർഘകാലത്തേക്കാണ് നമ്മൾ ആ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസിഷൻസ് ആണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയാം. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെയാണ് നമ്മൾ എന്തെന്നും കൂടി പറയുന്നത്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നും കൂടി പറയുന്നത്. ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഞാൻ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ചോദ്യമാണ് കേട്ടോ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പം ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഉണ്ട്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ വേണം നിങ്ങൾ ആൻസറിലോട്ട് എത്താനായിട്ട്. ക്ലിയർ ആയല്ലോ? അടുത്തത് എന്താണ് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ്? A serious limitation payback period is that it ignores the cash inflow after the payback period. ഈ ഒരു പേ ബാക്ക് പീരീഡിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അത് ക്യാഷ് ഇൻഫ്ലോ, പേ ബാക്ക് പീരീഡിന് ശേഷമുള്ള ക്യാഷ് ഇൻഫ്ലോ ഇഗ്നോർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. Okay, the post payback method has been developed to overcome this limitation. Under post payback method, the entire cash inflow generated from a project during its working life are taken into account. ആ ഒരു പ്രൊജക്റ്റിൻ്റെ മൊത്തം നടത്തിപ്പ് കാലത്തെ ക്യാഷ് ഇൻഫ്ലോകൾ ഇവിടെ കൺസിഡർ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെയാണ് പോസ്റ്റ് പേബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഏഴാമത്തെ ചോദ്യമാണ്, എന്താണ് ARR എന്ന് പറയുന്നത്? ARR, IRR, NPV ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്താണ് ARR എന്ന് പറയുന്നത്? ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് ARR എന്നായിരിക്കില്ല ചോദിക്കുക, ഫുൾ ഫോം ആയിരിക്കും ചോദിക്കുക. വാട്ട് യു മീൻ ബൈ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ, അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും ARR എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം വരുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നോക്കിയേ. This method is also known as return on investment method. ഇതിന് പറയുന്ന വേറൊരു പേരാണ് return on investment method. This method takes into account the earnings expected from the investment over its whole life. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു റിട്ടേൺ പ്രതീക്ഷ, അല്ലെങ്കിൽ ഒരു ഏർണിംഗ് നമ്മൾ പ്രതീക്ഷിക്കും. അതിനെയാണ് ARR എന്ന് പറയുക, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് ഇപ്പം നമ്മളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവറേജ് ഏകദേശം നമുക്കിത് കിട്ടുമായിരിക്കും റിട്ടേൺ എന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ലേ, അതിനെയാണ് ARR എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി അക്കൗണ്ടിങ് പ്രോഫിറ്റ്സ് ആൻഡ് നോട്ട് ക്യാഷ് ഫ്ലോസ്. ഇത് അക്കൗണ്ടിങ് പ്രോഫിറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ളതാണ്, ക്യാഷ് ഫ്ലോസ് ബേസ് ചെയ്തിട്ടുള്ളതല്ല. ARR ഈസ് ഫൗണ്ട് ഔട്ട് ബൈ ഡിവൈഡിങ് ആവറേജ് ഇൻകം ബൈ ദി ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് ARR കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് ആവറേജ് ഇൻകത്തിനെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. ഇതാണ് ARR എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് NPV എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ ആദ്യം പഠിച്ചു വയ്ക്കണം. നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് പ്രകാരം ഓൾ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ്, ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, ബെനിഫിറ്റ് ആണ്, നമുക്ക് ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാ ക്യാഷ് ഇൻഫ്ലോയും എല്ലാ ക്യാഷ് ഔട്ട്ഫ്ലോയും, ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രസൻറ്റ് വാല്യൂവിൽ ഡിസ്കൗണ്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് അഥവാ NPV എന്ന് പറയുന്നത്. ഈ NPV എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് മോർ ദാൻ ദി ഡിസ്കൗണ്ട് റേറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. നെഗറ്റീവ് ആണെങ്കിൽ നോട്ട് ഈവൻ കവറിങ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടി അത് കവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ റിജക്റ്റ് ചെയ്യാം. പോസിറ്റീവ് ആണെങ്കിൽ മാത്രം ആക്സെപ്റ്റ് ചെയ്താൽ മതി. NPV പോസിറ്റീവ് ആണെങ്കിൽ മാത്രം ആക്സെപ്റ്റ് ചെയ്താൽ മതി. നെഗറ്റീവ് ആണെങ്കിൽ അത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പോലും കവർ ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ക്ലിയർ ആയി? അടുത്ത ചോദ്യമാണ്, എന്താണ് IRR, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ ഈ ഒരു ARRഉം IRRഉം തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോ പാരഗ്രാഫ് ഓരോന്നിനെ കുറിച്ച് എഴുതുക, അല്ലെങ്കിൽ ടേബിൾ വരച്ചിട്ട് 2 കോളായിട്ട് എഴുതിയാലും കുഴപ്പമില്ല.
കുഴപ്പമില്ല. അപ്പോൾ IRR എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. നമ്മളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എത്ര റിട്ടേൺ കിട്ടും, അപ്പോൾ ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഈ ഒരു ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്, നിങ്ങൾ പഠിക്കണം. ഞാൻ അത് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. അതായത് നമ്മളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് 5 വർഷത്തേക്കോ 4 വർഷത്തേക്കൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഒരു 5 വർഷത്തിന് ശേഷം ഈ തുകയുടെ മേലെ എനിക്ക് എത്ര റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുമെന്നുള്ളത് ആ ഒരു ടൈം വാല്യൂ വെച്ച്, അന്നത്തെ ആ ഒരു ടൈം വാല്യൂ വെച്ച് ഞാൻ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജോയൽ ഡീൻ ആണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് എന്താണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മുന്നേ ഒരു വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. It refers to the shares that are issued to a company's employees or directors as a form of compensation for their effort, hard work or sweat. അതായത് നമ്മുടെ കമ്പനി ആണ് നമ്മൾ ഷെയർസ് കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നതാണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ഷെയർ ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പറയാണ് നമ്മുടെ എംപ്ലോയീസ് ഇതേ ഇവിടെ എത്രയോ കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് അവർ പണിയെടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാം എന്ന് പറയാണ്. അപ്പോൾ അവരുടെ ആ ഒരു എഫേർട്ടിന് വേണ്ടി, അവരുടെ ഹാർഡ് വർക്കിന് വേണ്ടിയിട്ട്, അതാണ് ഇവിടെ സ്വെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അവർ വിയർപ്പ് എന്നുള്ളൊരു അർത്ഥം. അപ്പോൾ അവരുടെ ആ ഒരു ഹാർഡ് വർക്കിന് വേണ്ടി നമുക്ക് ആദ്യം അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാം എന്ന് പറയുന്ന ഷെയർസ് ആണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഫാക്ടറിങ്. ഇനി വരുന്നതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ്. മുന്നേ പറഞ്ഞത് അത് തന്നെയാണ്, പക്ഷെ മുന്നത്തേനേക്കാളും ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ്. അപ്പോൾ അടുത്തതാണ് ഫാക്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ where a business sells its accounts receivable to a third party known as a factor at a discount. അതായത് നമ്മുടെ കമ്പനിയുടെ റിസീവബിൾസ്, അക്കൗണ്ട്സ് റിസീവബിൾ, ഇൻവോയ്സസ് ഒക്കെ നമ്മളൊരു തേർഡ് പാർട്ടിക്ക്, പുറമേ ഉള്ള ഒരാൾക്ക് നമ്മൾ വിൽക്കാണ് എന്നുണ്ടെങ്കിൽ ആളെ നമ്മൾ ഫാക്ടർ എന്നാണ് വിളിക്കുക. അപ്പോൾ അങ്ങനെ വിൽക്കാൻ ഒരു ചെറിയൊരു ഡിസ്കൗണ്ടിലൊക്കെ വിൽക്കുകയാണെങ്കിൽ അതിനെയാണ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫാക്ടറിങ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിയുടെ നിലവിലുള്ള അക്കൗണ്ട്സ് റിസീവബിൾസ്, അതായത് ഇൻവോയ്സസ് ഒക്കെ ഫാക്ടർ എന്നറിയപ്പെടുന്ന ഒരു തേർഡ് പാർട്ടിക്ക് നമ്മൾ, ആ ഒരു തേർഡ് പാർട്ടിനെയാണ് നമ്മൾ ഫാക്ടർ എന്ന് വിളിക്കുന്നത് കേട്ടോ. സെല്ല് ചെയ്യാണ്, ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ സെല്ല് ചെയ്യാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫാക്ടറിങ് എന്ന് വിളിക്കുന്നത്. എല്ലാ ബിസിനസ്സുകളിലും കോമൺ ആയിട്ട് നമുക്ക് ഈ ഒരു ഫാക്ടറിങ് കാണാറുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് എന്താണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ അതൊരു വേഴ്സസ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് നിങ്ങൾ ആദ്യം ഇവിടെ എഴുതണം കേട്ടോ. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു ചോദ്യം വരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. 19th ചോദ്യമായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളിവിടെ ആഡ് ചെയ്യണം. ആദ്യം എന്താ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് വേണം അതിൻ്റെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും പറയാനായിട്ട്. അപ്പോൾ ഞാനിവിടെ പറയാം. ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരം ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദി എമൗണ്ട് ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ട്, ആ ഒരു ഫണ്ട്, അതിനെയാണ് നമ്മൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മുടെ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? ഇനി നെറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി എക്സസ് ഓഫ് ദി കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലൈബിലിറ്റീസ്. അതായത് ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ലേ, ആ ഒരു തുകേനെയാണ് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു ദി ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ കറണ്ട് ലൈബിലിറ്റീസ്. അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്ത് കിട്ടുന്ന ആ ഒരു എമൗണ്ട്, ആ ഒരു വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട്, അതിനെയാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ടാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 13ാമത്തെ എന്താണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണ്? ഓപ്പറേറ്റിംഗ് സൈക്കിൾ റെഫേഴ്സ് ടു ദി ആവറേജ് ടൈം ഇലാപ്സസ് ബിറ്റ്വീൻ ദി പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ദി ഫൈനൽ ക്യാഷ് റിയലൈസേഷൻ. നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ട് അത് ക്യാഷിൻ്റെ രൂപത്തിലേക്ക് നമുക്ക് മാറ്റണം. അതായത് നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് അപ്പം തന്നെ നമുക്ക് അതിൽ നിന്ന് ക്യാഷ് കിട്ടും ഇല്ല. ആ ഒരു റോ മെറ്റീരിയൽസ് നമ്മൾ പലതരത്തിൽ ഉള്ള മാറ്റങ്ങൾ അതിൽ വരുത്തിക്കൊണ്ട് മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആവുന്നത്. അത് സെല്ല് ചെയ്താലല്ലേ പൈസ നമ്മുടെ കയ്യിലേക്ക് വരുള്ളൂ. അപ്പം ഈ ഒരു റോ മെറ്റീരിയൽസ് വാങ്ങുന്നത് മുതൽ നമ്മുടെ കയ്യിലേക്ക് സാധനം വിറ്റ് പൈസ ആകുന്നത് വരെ വലിയൊരു ഗ്യാപ്പ് അതിൻ്റെ ഇടയിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഗ്യാപ്പിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് നമ്മൾ പറയുന്നത്.
അപ്പോൾ ഇവിടെ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. ഈ ഒരു ഗ്യാപ്പ് ചെയ്യാനായിട്ട്, ഗ്യാപ്പിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്യാൻ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഒരു സൈക്കിളാണ്. റോ മെറ്റീരിയൽസ് വാങ്ങുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ലാസ്റ്റ് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു, അത് സെല് ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഒരു സൈക്കിളാണ്. ഇതിനിടയിൽ ഒരുപാട് ഓപ്പറേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ്, ഇടയിൽ വരുന്ന ഈ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് EOQ? EOQവിൻ്റെ പ്രോബ്ലംസും അതിൻ്റെ ഫോർമുലയും EOQ എന്താണെന്നും ഒക്കെ എക്സാംസിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ the quality of materials to be ordered at one time is quantity of materials to be ordered at one time is known as EOQ. അതായത് നമ്മൾ സ്ഥാപനത്തിലേക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് പലതരത്തിലുള്ള റോ മെറ്റീരിയൽസ്, സാധനങ്ങൾ, മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പല തവണകളായിട്ട് വാങ്ങേണ്ടി വരും. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരൊറ്റൊരു തവണ നമ്മൾ മെറ്റീരിയൽസ് വാങ്ങുന്നതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, ഒരൊറ്റ തവണ നീ എത്ര ക്വാണ്ടിറ്റിയിൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു, അതിനെയാണ് EOQ എന്ന് പറയുന്നത്. എക്കോണമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അതിൻ്റെ ഫോർമുല കൂടി നിങ്ങൾ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. 15ാമത്തെ ചോദ്യമാണ്, എന്താണ് ABC അനാലിസിസ്? അപ്പോൾ ABC അനാലിസിസ് ഉണ്ട്, നമുക്ക് VED അനാലിസിസ് ഉണ്ട് കേട്ടോ. ഞാനിതിവിടെ ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങളുടെ അടുത്ത എക്സാമിന് ചിലപ്പോൾ VED ആയിരിക്കാൻ ചോദിക്കുന്നുണ്ടാവുക. പ്രീവിയസ് ഇയറിൽ ABC ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ABCയും VEDയും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ടസ്റ്റ് ആയിട്ട് രണ്ടും കൂടി ചോദിക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ആ ഒരു ഭാഗം പഠിച്ചു വയ്ക്കുക. ABC അനാലിസിസിൻ്റെ ഫുൾ ഫോം ആദ്യം നിങ്ങൾ നോക്കണം. ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളുടെ അടുത്ത് അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ABC പേര് പോലെ തന്നെ 3 ആൾക്കാരാണ് ഇവിടെ വരുന്നത്, 3 കാറ്റഗറിയാണ് വരുന്നത്. കാറ്റഗറി A, കാറ്റഗറി B, കാറ്റഗറി C. അപ്പോൾ ഇതിൽ വാല്യൂ അനുസരിച്ചാണ് മെറ്റീരിയൽസിനെ തരംതിരിക്കുന്നത്. അതായത് കാറ്റഗറി എയിൽ ഹൈ വാല്യൂബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഹൈ വാല്യൂബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും പൈസ ഇറക്കി വാങ്ങിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും കാറ്റഗറി എയിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. കാറ്റഗറി ബിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു മോഡറേറ്റ് വാല്യൂ ഓഫ് മെറ്റീരിയൽസ് ആണ്. അതായത് അധികം പൈസ ഇല്ല എന്നാലും ഉണ്ട്, അങ്ങനത്തെ മെറ്റീരിയൽസ് ആയിരിക്കും കാറ്റഗറി ബിയിൽ ഉൾപ്പെടുത്തുക. കാറ്റഗറി സിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വില കുറവിന് നമ്മൾ വാങ്ങിച്ച മെറ്റീരിയൽസ് ആയിരിക്കും അതിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവുക. ഇങ്ങനെ നമ്മൾ കാറ്റഗറി തിരിച്ച് മെറ്റീരിയൽസിനെ വെക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് അവർക്ക് കെയർ കൊടുക്കാം. കാറ്റഗറി സിക്ക് അധികം കെയർ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അത് വില കുറവിന് കിട്ടിയ മെറ്റീരിയൽസ് ആണ്. പക്ഷേ കാറ്റഗറി എക്ക് നമ്മൾ വളരെ നല്ല രീതിയിലുള്ള ഒരു കെയറിങ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, കാരണം അത് ഹൈലി വാല്യൂബിൾ ആയിട്ടുള്ള കോസ്റ്റ്ലിയർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെ അവരുടെ വാല്യൂ അല്ലെങ്കിൽ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അവരെ നമ്മൾ കാറ്റഗറി തിരിക്കുകയാണ്. കാറ്റഗറി A, B, C ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അവർക്കൊരു ബെറ്റർ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ ഇതിനെയാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ഇങ്ങനെയൊക്കെ ആയിട്ട് ചോദ്യങ്ങൾ വരാം കേട്ടോ. ഇനി അടുത്തത് എന്താണ് സ്റ്റോക്ക് ഡിവിഡൻഡ്? സ്റ്റോക്ക് ഡിവിഡൻഡ്, അവിടെ ഒരുപാട് ടൈപ്സ് ഓഫ് ഡിവിഡൻഡുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം മാത്രമാണ് സ്റ്റോക്ക് ഡിവിഡൻഡ്. അപ്പോൾ ബാക്കിയുള്ള ടൈപ്സ് കൂടി നിങ്ങൾ പഠിച്ചു വയ്ക്കണം. Companies not having sufficient cash generally pay dividend in the form of shares by capitalizing the past reserves and profit. എപ്പോഴും കമ്പനിക്ക് ക്യാഷിൻ്റെ രൂപത്തിൽ ഡിവിഡൻഡ് കൊടുക്കാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും, ഷെയറിൻ്റെ രൂപത്തിൽ ഡിവിഡൻഡ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഷെയറിൻ്റെ രൂപത്തിൽ കൊടുക്കുന്നതിനെയാണ് സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയുക. പ്രോപ്പർട്ടി ഡിവിഡൻഡ്, ക്യാഷ് ഡിവിഡൻഡ്, അങ്ങനെ ഒരുപാട് ഡിവിഡൻഡുകളുണ്ട്. അപ്പോൾ അതിൽ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഷെയറിൻ്റെ ഫോമിൽ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നതിനെയാണ് സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എന്താണ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി? അപ്പോൾ എന്താണ് ഡിവിഡൻഡ് പോളിസി എന്ന് നിങ്ങൾ അവിടെ എഴുതണം. അതിനുശേഷം സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്താണെന്ന് എഴുതാം. അവിടെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസികൾ വരുന്നുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമാണ് സ്റ്റേബിൾ. എന്താണ് സ്റ്റേബിൾ എന്ന് പറയുന്നത്? ഇവിടെ ഒരു റെഗുലർ, ഒരു സ്ഥിരത ഉണ്ടായിരിക്കും. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ സ്ഥിരത ഉണ്ടായിരിക്കും. അതായത് എപ്പോഴും ഒരു സർട്ടീൻ മിനിമം എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് റെഗുലർ ആയിട്ട് പേ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പം ചില കമ്പനീസ് അവരുടെ ലാഭം അനുസരിച്ച് ഈ വർഷം ഇപ്പോൾ 10,000 കൊടുത്താൽ അല്ലെങ്കിൽ അടുത്ത മാസം 5,000 കൊടുത്തു, പിന്നത്തെ മാസം 2,000 കൊടുത്തു, അങ്ങനെ ആയിരിക്കും. പക്ഷെ ചില കമ്പനീസ് അങ്ങനെയല്ല. ലാഭം ഉണ്ടായാലും ഇല്ലെങ്കിലും സ്ഥിരമായിട്ട് 2,000 രൂപ നിങ്ങൾക്ക് കിട്ടും. അത് ലാഭം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടിയും കിട്ടും. അപ്പോൾ സ്ഥിരമായിട്ട് 2,000 എന്തായാലും കിട്ടും. അപ്പോൾ ഒരു മിനിമം എമൗണ്ട് അവർ റെഗുലർ ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അത്തരം ഡിവിഡൻഡ് പോളിസിയാണ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, പേരിൽ നിന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. അടുത്തത് എന്താണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്നുള്ളതാണ്.
ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇസ് ദ പെർസെൻറ്റേജ് ഓർ റേഷ്യോ ഓഫ് ഡിവിഡൻഡ് ടു ദി ഏർണിങ്സ്. അപ്പോൾ ഇവിടെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു ചോദ്യത്തിലും റേഷ്യോ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ രണ്ടാൾക്കാർ തമ്മിലുള്ള ബന്ധം പറയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ റേഷ്യോ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ പണ്ടൊക്കെ പഠിച്ചിരിക്കുന്ന എന്താ, ഇഡ്ഡലിക്ക് നമ്മൾ എടുക്കുമ്പോൾ എത്ര അരി എത്ര ഉഴുന്ന്, അപ്പോൾ ആ ഒരു റേഷ്യോ അല്ലേ. അപ്പോൾ അവിടെ രണ്ടാൾക്കാർ എങ്ങനെയായാലും ഉണ്ടാവും. ഇപ്പോൾ ഈ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയിലും രണ്ടാൾക്കാർ വരുന്നുണ്ട്. അവർ രണ്ടുപേരാണ് ഡിവിഡൻറ്റും ഏർണിങ്സും. അപ്പോൾ എത്ര നമുക്ക് ഏർണിങ്സ് കിട്ടി, അതിൽ എത്ര ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ അതാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഏർണിങ്സ് കിട്ടിയാലേ നമുക്ക് അതിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുള്ളൂ. ഷെയർ ഹോൾഡേഴ്സിനാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കണായിട്ട്, അതൊക്കെ അറിയാലോ, ബേസിക് കാര്യങ്ങളാണ് അതൊക്കെ, അതാണ് ഞാനിവിടെ പറയാത്തത്. അപ്പോൾ നമുക്ക് ഏർണിങ്സ് എത്രത്തോളം കിട്ടി, ഇപ്പോൾ 10 ലക്ഷം കിട്ടി, അതിൽ 6 ലക്ഷം നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു, ബാക്കി 4 ലക്ഷം നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് കമ്പനിയിൽ നിലനിർത്തി. അങ്ങനെയാണ് സാധാരണ കമ്പനികൾ ചെയ്യാറുള്ളത്. അപ്പോൾ എത്ര നമുക്ക് ഏർണിങ്സ് കിട്ടി, എത്ര നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു. അപ്പോൾ ഈ ഡിവിഡൻറ്റും ഏർണിങ്സും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തത് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു വർക്കിംഗ് ക്യാപിറ്റൽ ഇവിടെ വരുന്നുണ്ട് എന്ന്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ദി ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് എൻ എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസിൻ്റെ ഡേ ടു ഡേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് സ്ഥിരമായിട്ട് പല ചിലവുകൾ ഉണ്ടായിരിക്കും. റോ മെറ്റീരിയൽസ് വാങ്ങാൻ, സാലറി കൊടുക്കാൻ, വേജ് കൊടുക്കാൻ, റെൻറ്റ് കൊടുക്കാൻ, അഡ്വർടൈസിങ്ങിന്, സ്റ്റേഷനറീസ് പർച്ചേസ് ചെയ്യാനായിട്ട്, അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഡേ ടു ഡേ ചിലവുകൾ നമുക്ക് വരും. അപ്പോൾ അത്തരം ചിലവ് മീറ്റ് ചെയ്യാനുള്ള എമൗണ്ടിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. 20ാമത്തെ ചോദ്യം, എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ്? ഇറ്റ് ഈസ് ദ കോർപ്പറേറ്റ് ആക്ഷൻ വെർ എ കമ്പനി ഡിവൈഡ്സ് ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഷെയർസ് ഇൻ ടു മൾട്ടിപ്പിൾ ഷെയർസ്. നമ്മുടെ കമ്പനിക്ക് ആകെ 10 ഷെയർ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ 10 ഷെയറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ഷെയർസ് ആയിട്ട്, കുഞ്ഞു കുഞ്ഞു എമൗണ്ടിൻ്റെ ഷെയർസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഷെയർസിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതേപോലെ തന്നെ ഓരോ ഷെയറിൻ്റെ പ്രൈസ് ഇവിടെ റെഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് എന്താണ് ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറയുന്നത്? It refers to the situation where a company has limited funds or resources available for investment in various projects and it must allocate these resources among competing projects. അതായത് എൻ്റെ കമ്പനിക്ക് ആകെ ഒരു 10 ലക്ഷം രൂപ മാത്രമേ എൻ്റെ ഇപ്പോൾ കയ്യിലുള്ളൂ. അപ്പോൾ അതെനിക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഫണ്ട് പല പ്രൊജക്ട്സിലായിട്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ട് ഏതൊക്കെ പ്രൊജക്റ്റിൽ എത്രത്തോളം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം, എത്രത്തോളം ആ ക്യാപിറ്റൽ ഞാൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഡിസൈഡ് ചെയ്യണ്ടേ. അപ്പോൾ അതിനെയാണ് ക്യാപിറ്റൽ റേഷനിങ് എന്ന് നമ്മൾ പറയുന്നത്. ഇൻ ദ അതർ വേർഡ്സ്, ദർ ഈസ് എ കോൺസ്ട്രൈൻറ്റ് ഓൺ ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ദി ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി ഇൻവെസ്റ്റഡ്. നമ്മുടെ കയ്യിൽ എത്ര ടോട്ടൽ ക്യാപിറ്റൽ ഉണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്ര എമൗണ്ട് ഉണ്ട്, അത് ഞാൻ എവിടെയൊക്കെ കൃത്യമായിട്ട് ഹൗ ടു അലോക്കേറ്റ് ദിസ് ലിമിറ്റഡ് ക്യാപിറ്റൽ. കുറച്ച് ക്യാപിറ്റലേ ഉള്ളൂ, അപ്പോൾ ആ കുറച്ച് ക്യാപിറ്റൽ എങ്ങനെ ഞാൻ കൃത്യമായിട്ട് പലതിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതിനെയാണ് ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറയുക. ഇത് ക്യാപിറ്റൽ റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ, കുറച്ച് ക്യാപിറ്റലേ ഉള്ളൂ, അപ്പോൾ ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ എങ്ങനെ കൃത്യമായിട്ട് പലതിലായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെയാണ് ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും. ഞാൻ കമ്പൈൻഡ് ലിവറേജ് ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 2 എണ്ണമാണ് ഓപ്പറേറ്റിംഗും ഫിനാൻഷ്യലും. Operating leverage and the financial leverage are the two concepts used in financial analysis. Operating leverage refers to the extent to which a company's operating costs such as fixed cost contribute to variations in the operating income. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളുടെ ഇടയിൽ വരുന്നതാണ്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദി യൂസ് ഓഫ് ഡെപ്റ്റ് ഇൻ എ company's capital structure to increase the potential return to shareholders. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് കമ്പൈൻഡ് ലിവറേജ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വരുന്നത് 4th ചാപ്റ്റർ ആണെന്ന് തോന്നുന്നുണ്ട്, കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. അടുത്തത് എന്താണ് ക്യാപിറ്റൽ ഗിയറിങ്? ക്യാപിറ്റൽ ഗിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി റേഷ്യോ ഓഫ് ദി കമ്പനീസ് ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി ക്യാപിറ്റൽ. ഈ രണ്ടെണ്ണം തമ്മിലുള്ള റേഷ്യോ ആണ് ഇവിടെ നമ്മൾ പറയുന്ന ക്യാപിറ്റൽ ഗിയറിംഗ് കേട്ടോ. ഇറ്റ് റെഫേഴ്സ് ടു ദി റേഷ്യോ ഓഫ് എ കമ്പനീസ് ലോങ് ടേം ഡെപ്റ്റും ഇക്വിറ്റി ക്യാപിറ്റൽ.
ഓക്കെ, ഇനി ഇതിനെ പറയുന്ന മറ്റു പേരുകളാണ് ക്യാപിറ്റൽ സ്ട്രക്ചറും ഫിനാൻഷ്യൽ ലിവറേജും. ഫിനാൻഷ്യൽ ലിവറേജ് എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര് കേട്ടോ. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്താണെന്ന് എഴുതിയാലും മതിയായിരിക്കും, പക്ഷേ വേണ്ട, ഈ സെൻറ്റൻസാണ് നല്ലത്. ഇറ്റ് റെഫേഴ്സ് ടു ദി റേഷ്യോ ഓഫ് ദി കമ്പനീസ് ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി ക്യാപിറ്റൽ. ഇനി അടുത്തത് എന്താണ് ടൈം വാല്യൂ ഓഫ് മണി? ഇത് 1-2 കുട്ടികൾ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു, എന്താ ടൈം വാല്യൂ ഓഫ് മണി എന്ന് ചോദിച്ചിട്ട്. അത് ഞാൻ ചാപ്റ്റർ പറഞ്ഞപ്പോൾ വിട്ടുപോയി എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടപ്പോൾ ആഡ് ചെയ്തതാണ് ഈ ചോദ്യങ്ങളൊക്കെ. അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണീനെ TVM എന്നും കൂടി നമ്മൾ പറയാറുണ്ട്. It is the fundamental financial concept that recognize the idea that a sum of money has different value at different point in time. അപ്പോൾ ഇന്നുള്ള മണി വാല്യൂ ആയിരിക്കില്ല 2040 ഉണ്ടായിരിക്കുക. അപ്പോൾ ഓരോ ടൈം പീരീഡ് അനുസരിച്ചും വാല്യൂവിൽ വ്യത്യാസം വന്നേക്കാം. ഇൻ എസെൻസ് ഇറ്റ് അക്നോളജസ് ദാറ്റ് ഡോളർ ടുഡേ ഈസ് വർത്ത് മോർ ദാൻ എ ഡോളർ ഇൻ ദ ഫ്യൂച്ചർ. ഇന്നുള്ള ഡോളറിൻ്റെ വിലയല്ല നാളെ ഉണ്ടാവുക, ഫ്യൂച്ചറിൽ ഉണ്ടാവുക അല്ലേ. അപ്പോൾ അത് ടൈം പീരീഡ് അനുസരിച്ച് മണിയുടെ വാല്യൂവിന് വ്യത്യാസം വരും. അപ്പോൾ ദ ടൈം വാല്യൂ ഓഫ് മണി ഈസ് എ ക്രൂഷ്യൽ കോൺസെപ്റ്റ് ഇൻ ഫിനാൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ടൈം പീരീഡ് അനുസരിച്ച് ആ ഒരു മണിയുടെ വാല്യൂവിൽ വ്യത്യാസം വരും, അതിനെയാണ് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുക. അപ്പോൾ അത് നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസിനും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടേം ആണ് ഈ ഒരു ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 5 വർഷത്തിന് ശേഷം ആ ഒരു ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ എനിക്ക് എത്ര കിട്ടും എന്നുള്ളത് ടൈം വാല്യൂ വെച്ച് കണക്കാക്കി എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. ഇനി അടുത്തത് 25ാമത്തെ ചോദ്യം, എന്താണ് റൈറ്റ് ഇഷ്യൂ? ഇറ്റ് ഈസ് നോൺ ആസ് റൈറ്റ്സ് ഓഫറിംഗ് ഇസ് എ മെത്തേഡ് through which a company raises additional capital by offering existing shareholders the opportunity to buy additional shares at a discounted price. നമ്മുടെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് പുറത്തേക്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ്. മനസ്സിലായോ? അവർക്കൊരു റൈറ്റ് ഉണ്ട് അല്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സാണ് അവർ. അപ്പോൾ അവർക്ക് അതിൽ അവകാശങ്ങളുണ്ട്. അപ്പോൾ പുറത്തേക്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് കൊടുത്ത് അവർക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ലാസ്റ്റ് ചോദ്യമാണ്, എന്താണ് റീ ഓർഡർ ലെവൽ? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റീ ഓർഡർ പോയിന്റ്. റീ ഓർഡർ പോയിന്റ് എന്നും കൂടി ഇതിനെ വിളിക്കാറുണ്ട്. It is a term used in inventory management to determine when to reorder products to avoid stock out. സ്റ്റോക്ക് ഔട്ട് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഇനി എന്നാണ് അടുത്ത ഓർഡർ ചെയ്യേണ്ടത്, റീ ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു മാനേജ്മെൻറ്റിനെയാണ് റീ ഓർഡർ ലെവൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. സ്റ്റോക്ക് ഔട്ട് ആവാൻ പാടില്ലല്ലോ, സ്റ്റോക്ക് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരരുത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള സ്റ്റോക്ക് കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ അടുത്ത സ്റ്റോക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിനെയാണ് റീ ഓർഡർ ലെവൽ. അപ്പോൾ എത്ര ഓർഡർ ചെയ്യണം ആ ഒരു ലെവൽ, അതിനെയാണ് നമ്മൾ റീ ഓർഡർ ലെവൽ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 6 ചാപ്റ്റേഴ്സിൻ്റെയും തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടുപോകും. കാരണം ഒരു 2 മാർക്കിൻ്റെ ആ ഒരു 15 എന്തായാലും തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബാക്കിയുള്ള ഷോർട്ട് എസ്സേയിലും എസ്സേയിലും തിയറി ക്വസ്റ്റ്യൻസ് വരും, പ്രോബ്ലംസ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ തിയറി മാത്രം പഠിച്ചാൽ പാസ്സാവില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ പാസ്സാവും എന്നുള്ളതാണ്. കാരണം അത് നോക്കുന്ന ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ തിയറി മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസും കൂടി കാണാനായിട്ട് ശ്രമിക്കുക, കണ്ടുപഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനലിലില്ല, വേറെ എവിടെയെങ്കിലും കണ്ട് പഠിച്ചിട്ട് എന്തായാലും പോകണം നിങ്ങൾ. തിയറി ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പ്രീവിയസ് ഇയറിൽ വന്ന ഷോർട്ട് എസ്സേ മെസ്സേജ് ചോദ്യങ്ങളും കൂടി നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അല്ലെങ്കിൽ എന്താ തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം, പ്രോബ്ലംസ് എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.